പോളിംഗിന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ അതീവ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് സംസ്ഥാനത്തെ 50ഓളം കേന്ദ്രങ്ങളിൽ. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ നടപ്പാക്കിയ തീർപ്പിന് കേന്ദ്രസേനയും സംസ്ഥാന പോലീസും ചേർന്ന ത്രിതല സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മുറിക്ക് പുറത്ത് കേന്ദ്രസേന, അതിന് വെളിയിലും ഗേറ്റിന് പുറത്തും സംസ്ഥാന പോലീസുമാണ് സുരക്ഷ ഒരുക്കുന്നത്. പ്രത്യേകം സജ്ജമാക്കിയ സ്ട്രോങ് റൂമുകളിൽ 24 മണിക്കൂർ ക്യാമറ നിരീക്ഷണത്തോടെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. പോളിംഗ് കഴിഞ്ഞ് വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്ന EVM, VVPAT എന്നിവയുടെ സീരിയൽ നമ്പർ, പോൾ ചെയ്ത വോട്ട് തുടങ്ങിയവ രേഖപ്പെടുത്തിയ ഫോം 17C സ്ഥാനാർത്ഥികളുടെ ഏജന്റിന് നൽകും. പോളിംഗ് പൂർത്തിയാക്കിയ ശേഷം EVM, VVPAT എന്നിവ പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ സീൽ ചെയ്യും. ഏജന്റുമാരുടെ ഒപ്പും രേഖപ്പെടുത്തും. സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും സാന്നിധ്യത്തിലായിരിക്കും ഈ മുറികൾ സീൽ ചെയ്യുന്നത്. കേന്ദ്രസേനയും സംസ്ഥാന പോലീസും ചേർന്ന് 3 തലങ്ങളിലായാണ് സുരക്ഷ. മുറിക്ക് പുറത്തെപ്പോഴും കേന്ദ്രസേനയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകും. സ്ഥാനാർത്ഥികൾ അവരുടെ പ്രതിനിധികളെ സ്ട്രോങ് റൂമിന്റെ സുരക്ഷ നിരീക്ഷിക്കുവാനായി നിയോഗിക്കാറുണ്ട്. പോൾ ചെയ്ത EVM, VVPAT, പോൾ ചെയ്യുന്നതിനിടെ പ്രവർത്തനരഹിതമായ EVM, VVPAT എന്നിവയാണ് പോൾഡ് EVM സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നത്. സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ഉണ്ടായിരിക്കും. CCTV ദൃശ്യങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് സൂക്ഷിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടം സംഭവിക്കാതിരിക്കുവാൻ റൂം സീൽ ചെയ്തതിനു ശേഷം വൈദ്യുതി വിച്ഛേദിക്കും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.